ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു ലൈക്കും കൂടി തരാം. അത് മാത്രമല്ല, വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഓടി തളർന്നു, അല്ലെങ്കിൽ പഠിച്ച് തളർന്നു, അല്ലെങ്കിൽ ഒരുപാട് ജോലി ചെയ്ത് തളർന്നു, ഇങ്ങനെ നമ്മൾ തളർന്നു എന്ന് പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ തളർന്നു അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഈ തളർന്നു. പല നാട്ടിൽ പല ഭാഷ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ തളർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം ടയേർഡ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഐ എം ടയേർഡ്, ഞാൻ തളർന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിച്ച് തളർന്നു, അതായത് ഞാൻ പഠിച്ച് കുഴങ്ങി എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമ്മൾ പല ഭാഷയിലും ഇത് പറയാറുണ്ട് കേട്ടോ. ക്ഷീണിച്ചു, തളർന്നു, കുഴങ്ങി, അങ്ങനെ പല രീതിയിലും നമ്മൾ ഈ ഒരു തളർച്ചയെ പറയാറുണ്ട്. അപ്പം ഞാൻ പഠിച്ച് തളർന്നു എങ്ങനെ പറയാ? ഐ എം ടയേർഡ് ഓഫ് സ്റ്റഡിയിങ്. ഐ എം ടയേർഡ് ഓഫ് സ്റ്റഡിയിങ്, ഞാൻ പഠിച്ച് തളർന്നു. ഞാൻ കുറെ ജോലി ചെയ്ത് തളർന്നു. ഞാൻ കുറേ ജോലി ചെയ്ത് തളർന്നു എങ്ങനെ പറയാ? ഐ എം ടയേർഡ് ആഫ്റ്റർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്. ഐ എം ടയേർഡ് ആഫ്റ്റർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്, ഞാൻ ഒരുപാട് ജോലി ചെയ്ത് തളർന്നു. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യം നമുക്ക് തളർന്നപ്പോൾ ഓടി തളർന്നു, അതുപോലെ തന്നെ ഞാൻ നടന്ന് തളർന്നു, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് പറ്റും. ഐ എം ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തളർന്നു എന്നാണ്. ഇനി അവൻ എടുത്തു, അല്ലെ, പല കാര്യങ്ങളും പല വസ്തുക്കളും അവൻ എടുത്തു എന്ന് നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അവൻ എൻ്റെ ഫോൺ എടുത്തു. അവനെടുത്തു, ഹെ ടുക്കാണ്, കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഹെ ടുക്ക്. അവൻ എടുത്തു. അവൾ എടുത്താണെങ്കിൽ ഷീ ടുക്ക് എന്ന് പറയാം. ഞാൻ എടുത്തു എന്നാണെങ്കിൽ ഐ ടുക്ക് എന്ന് പറയാം. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതിനുശേഷം അവൻ എൻ്റെ ഫോൺ എടുത്തു. നമ്മൾക്ക് യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണല്ലോ ഇത്. അവൻ എൻ്റെ ഫോൺ എടുത്തു, അല്ലെങ്കിൽ അവൾ എൻ്റെ ഫോൺ എടുത്തു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അവൻ എൻ്റെ ഫോൺ എടുത്തു. ഹേ ടുക്ക് മൈ ഫോൺ. ഹേ ടുക്ക് മൈ ഫോൺ, അവൻ എൻ്റെ ഫോൺ എടുത്തു. അവൻ എൻ്റെ വാച്ച് എടുത്തു. ഹേ ടുക്ക് മൈ വാച്ച്. അവൾ എൻ്റെ ഹെഡ്സെറ്റ് എടുത്തു. ഷീ ടുക്ക് മൈ ഹെഡ്സെറ്റ്. ഇങ്ങനെ പല സെന്റൻസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തളർന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ, എനിക്ക് കഴിയില്ല, ഇതൊക്കെ മലയാളത്തിൽ ഒരേ വേർഡ് തന്നെയാണ്. നമ്മൾ പല സിറ്റുവേഷനിലും പല സ്ഥലങ്ങളിലും നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ വേണ്ടി നമുക്കൊക്കെ അറിയാം ഐ കാണ്ട് എന്നാണ്. എന്നാൽ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴും ഐ കാണ്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. എനിക്ക് വയ്യ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം, പനി അല്ലെങ്കിൽ ചുമ, ഈ ഒരു വയ്യായികയല്ല. എനിക്കൊരു കാര്യം ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ കാണ്ട് എന്ന് തന്നെ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഓടാൻ വയ്യ. ഇപ്പൊ നമ്മൾ ഒരുപാട് ദൂരം ഓടിയതിന് ശേഷം നമ്മൾ പറയാണ്ട് ഇനി എനിക്ക് ഓടാൻ വയ്യ, അല്ലെങ്കിൽ ഇനി എനിക്ക് നടക്കാൻ വയ്യ, ഇനി എനിക്ക് പഠിക്കാൻ വയ്യ, ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോ എങ്ങനെ പറയാ? എനിക്ക് ഓടാൻ വയ്യ, ഐ കാണ്ട് റൺ. ഐ കാണ്ട് റൺ, എനിക്ക് ഓടാൻ വയ്യ. എനിക്ക് പഠിക്കാൻ വയ്യ, ഐ കാണ്ട് സ്റ്റഡി. അതുപോലെ തന്നെ എനിക്ക് എഴുതാൻ വയ്യ, ഐ കാണ്ട് റൈറ്റ്. ഏതാണോ നമുക്ക് പറയാനുള്ള വേർബ് അത് നമുക്ക് V1 ഫോമിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സിമ്പിൾ ആണല്ലോ. നമ്മൾ ഒരു കാര്യം കഴിയുമോ, അല്ലെ, ആ ഒരു കാര്യത്തിന് എനിക്ക് കഴിയുമോ? അപ്പൊ വയ്യ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ നാടൻ മലയാളത്തിലൊക്കെ നിനക്കതിന് വെക്കുവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതുപോലെ നിനക്ക് കഴിയുമോ എന്നും കൂടി സ്റ്റൈലിലൊക്കെ പറയുന്നത്. ഈ കഴിയുമോ എന്നുള്ളത് നാടൻ ഭാഷയിൽ നമ്മൾ പല രീതിയിലുമാണ് പറയാറ്. നമുക്ക് എന്റെ കാറിൽ പോകാൻ കഴിയുമോ? നമുക്ക് എന്റെ കാറിൽ പോകാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കാം? ക്യാൻ വി ഗോ ഇൻ മൈ കാർ? ക്യാൻ വി ഗോ ഇൻ മൈ കാർ? നമുക്ക് എന്റെ കാറിൽ പോകാൻ കഴിയുമോ? ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞല്ലോ. ഞാൻ എടുത്തു, അല്ലെങ്കിൽ അവൻ എടുത്തു, അവൾ എടുത്തു, ഹി ടുക്ക്, ഐ ടുക്ക്, ഷീ ടുക്ക് എന്നൊക്കെ പറഞ്ഞു. ഇതൊരു വസ്തു എടുത്തു എന്ന് പറയുമ്പോഴാണ്. അവൻ എൻ്റെ ഫോൺ എടുത്തു എന്ന് പറയും. എന്നാൽ നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് ഞാനൊരു ബൈക്ക് എടുത്തു, ഞാനൊരു കാർ എടുത്തു, ഞാനൊരു ഫോൺ എടുത്തു എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ വാങ്ങി എന്നുള്ള ആ ഉദ്ദേശത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഐ ടുക്ക് എന്ന് പറയരുത്, അല്ലെ. നമ്മളിപ്പം ഒരു സ്ഥലത്ത് നിന്ന് ബൈക്ക് എടുത്തു ഇങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ നമ്മൾ ടുക്ക് യൂസ് ചെയ്യേണ്ടത്.
അല്ലെങ്കിൽ നമ്മൾ ആ ബൈക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ ഐ ബോട്ട് എന്ന് തന്നെ പറയണം കേട്ടോ. അല്ലെങ്കിൽ ഹി ബോട്ട്, ഐ ബോട്ട്, ഞാൻ വാങ്ങി. അപ്പൊ ഞാനൊരു പുതിയ ബൈക്ക് എടുത്തു. പുതിയ ബൈക്ക് വാങ്ങി എന്നാണെങ്കിൽ ആ ഐ ബോട്ട് അല്ലെങ്കിൽ ഹി ബോട്ട് അല്ലെങ്കിൽ ഷീ ബോട്ട് എന്ന് തന്നെ നമ്മൾ പറയണം. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ബൈക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരാളോട് കടം വാങ്ങിയിട്ട് നമ്മൾ ബൈക്ക് ഓട്ടുമല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഹേ ടുക്ക് അല്ലെങ്കിൽ ഐ ടുക്ക് എന്ന് പറയാം. ഐ ടുക്ക് എ ബൈക്ക്, ഹേ ടുക്ക് എ ബൈക്ക് ഇങ്ങനെ പറയാം. നമ്മളിപ്പോ ഒരു വാങ്ങിക്കൊണ്ടുവന്ന ഒരു വസ്തുവാണ്. ഇപ്പൊ ഞാനൊരു ഫോൺ എടുത്തു, അതായത് നമ്മളൊരു പുതിയ ഫോൺ വാങ്ങി എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ഐ ബോട്ട് എ ഫോൺ എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പൊ ഇത് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഞാൻ ചോദിച്ചു, ഐ ആസ്ക്ഡ് അല്ലെ, ഞാൻ ചോദിച്ചു, ഐ ആസ്ക്ഡ്, ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ അവളോട് ചോദിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഐ ആസ്ക്ഡ് ഹിം, ഐ ആസ്ക്ഡ് ഹെർ എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഇനി ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു സെന്റൻസ് ആണ് എനിക്ക് വാങ്ങി. നമ്മളെപ്പോഴും പറയാറുള്ള എന്താ, ഞാൻ വാങ്ങി എന്ന് നമ്മൾ പറയാറുണ്ട്. എനിക്ക് വാങ്ങി എന്നുള്ളൊരു വേർഡ് ഇംഗ്ലീഷിൽ ഇല്ല കേട്ടോ. അതൊരാൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചതും കൂടിയാണ്. എനിക്ക് വാങ്ങി എന്ന് പറയുന്നതിന് എന്താണ് പറയുക എന്നുള്ളത്. എനിക്ക് വാങ്ങി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയാറില്ല, ഞാൻ വാങ്ങി എന്നാണ്, ഞാൻ വാങ്ങി എന്നാണ് പറയാറ്. അപ്പൊ എനിക്ക് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സംഭവം എന്താണ്, ഐ ബോട്ട് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോ നമുക്ക് വേറൊരാൾ വാങ്ങിയ കാര്യം നമുക്ക് പറയാം. അതായത് ഇപ്പൊ എനിക്ക് അവനൊരു ഫോൺ വാങ്ങി അല്ലെ, എനിക്ക് അവനൊരു ഫോൺ വാങ്ങി. ഇവിടെ സബ്ജക്റ്റ് അവനാണ് വാങ്ങിയത്, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സബ്ജക്റ്റും അതുപോലെ വെർബൊക്കെ ആക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ നമ്മൾ എനിക്ക് വാങ്ങി എന്നല്ല പറയാ, ഞാൻ വാങ്ങി എന്നാണ് പറയേണ്ടത് കേട്ടോ. മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു സെന്റൻസ് ഇല്ല. സോ അവൻ എനിക്കൊരു ഫോൺ വാങ്ങി എന്ന് പറയുമ്പോൾ ഹി ബോട്ട് എ ഫോൺ ഫോർ മീ, ഹി ബോട്ട് എ ഫോൺ ഫോർ മീ, അവൻ എനിക്കൊരു ഫോൺ വാങ്ങി. അവൾ എനിക്കൊരു ബൈക്ക് വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ ഷി ബോട്ട് എ ബൈക്ക് ഫോർ മീ ഇങ്ങനെ പറയാം. ഓക്കെ, അല്ലാതെ എനിക്ക് വാങ്ങി എന്ന് പറയരുത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് അവൾ എനിക്കൊരു ചുരിദാർ വാങ്ങി, അവൾ എനിക്കൊരു ചുരിദാർ വാങ്ങി അല്ലെ, നമ്മൾ പറയാറുണ്ടല്ലോ. ഷീ ബോട്ട്, അവളാണ് വാങ്ങിയത്. ഷീ ബോട്ട് എ ചുരിദാർ ഫോർ മീ അല്ലെ, ഷീ ബോട്ട് എ ചുരിദാർ ഫോർ മീ, അവൾ എനിക്കൊരു ചുരിദാർ വാങ്ങി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാറുണ്ട് ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ പെട്ടുപോയി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ പെട്ടുപോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഇപ്പം ഒരു റോഡില് ട്രാഫിക് വന്ന് നമ്മൾ കുടുങ്ങിപ്പോയി, ഇങ്ങനെ പല ഘട്ടത്തിലും നമ്മൾ പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ടും നമ്മൾ പല സെന്റൻസുകളാണ് യൂസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഐ ആം സ്റ്റക്ക് എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പെട്ടെന്നൊരു പ്രശ്നം, അതായത് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ അതിൽ പെട്ടു പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഐ ആം സ്റ്റക്ക് എന്ന് യൂസ് ചെയ്ത് പറയാം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി, നമുക്കിപ്പോ ഒരു 9 മണിക്ക് പോയി കഴിഞ്ഞു, നമ്മൾ അവിടെ പെട്ടുപോയതാണ്, നമുക്ക് വേറെ എന്തൊക്കെയോ 1 മണിക്ക് 2 മണിക്കൊക്കെ ചെയ്യാനുണ്ട്, പക്ഷേ നമ്മൾ അവിടുത്തെ തിരക്കിൽ നമ്മൾ പെട്ടുപോയി അല്ലെ. പല രീതിക്കും നമുക്ക് പെടാം. നമുക്ക് ചിലപ്പം ടോക്കൺ കിട്ടിയത് വൈകി പോകാം, ഡോക്ടേഴ്സ് വരാൻ നേരം വൈകുക, ഇങ്ങനെ നമ്മൾ അവിടെ പെട്ടുപോയി എന്ന് പറയാറുണ്ടല്ലോ. ഈ ഒരു സെന്റൻസ് ഇങ്ങനെ പറയാം, ഞാൻ ഹോസ്പിറ്റലിൽ കുടുങ്ങിപ്പോയി, ഞാൻ ഹോസ്പിറ്റലിൽ പെട്ടുപോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറൊരു കാര്യത്തിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, ആ ഒരു സമയത്ത് നമുക്ക് ഐ ആം സ്റ്റക്ക് യൂസ് ചെയ്ത് പറയാം. ഐ ആം സ്റ്റക്ക് അറ്റ് ദ ഹോസ്പിറ്റൽ, ഐ ആം സ്റ്റക്ക് അറ്റ് ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലിൽ പെട്ടുപോയി അല്ലെങ്കിൽ കുടുങ്ങിപ്പോയി. ഓക്കെ, നെക്സ്റ്റ്, ജോലി കാരണം ഞാൻ പെട്ടുപോയി അല്ലേ, ഒരു ജോലി കാരണം ഞാൻ പെട്ടുപോയി എന്ന് പറയാറുണ്ടല്ലോ. ഐ ഗോട്ട് സ്റ്റക്ക് വിത്ത് വർക്ക്, ഐ ഗോട്ട് സ്റ്റക്ക് വിത്ത് വർക്ക്. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ പോകാൻ പറ്റില്ല, ഞാനിവിടെ കുടുങ്ങിപ്പോയി, റോഡ് ബ്ലോക്ക് ആയിട്ട്, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടല്ലോ. ഇപ്പോൾ പോകാൻ പറ്റില്ല, ഞാനിവിടെ കുടുങ്ങിപ്പോയി. പല രീതിയിലും നമുക്ക് ഇത് ചിന്തിക്കാനായിട്ട് പറ്റും. ഐ കാൺട്ട് ലീവ് നൗ, ഐ കാൺട്ട് ലീവ് നൗ, ഇപ്പോൾ പോകാൻ പറ്റില്ല, ഐ കാൺട്ട് ഗോ നൗ എന്ന് പറയാം. ഐ എം സ്റ്റക്ക് ഹിയർ, ഐ കാൺട്ട് ലീവ് നൗ, ഐ എം സ്റ്റക്ക് ഹിയർ, ഞാനിവിടെ പെട്ടുപോയി, ഇപ്പോൾ പോകാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇനിയിപ്പം ഒരു ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേ സെന്റൻസ് യൂസ് ചെയ്യാം. ഐ എം സ്റ്റക്ക് ഇൻ ട്രാഫിക്, ഐ എം സ്റ്റക്ക് ഇൻ ട്രാഫിക്, ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി. ഓക്കെ, ഏറ്റവും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയാറുള്ള ഒരു സെന്റൻസ് ആണ്, ഈ ആപ്പ് കാരണം ഞാൻ പെട്ടുപോയി അല്ലേ. ചില ഗെയിമുകൾ അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്പുകൾ, ഇതൊക്കെ കാരണം നമ്മൾ പെട്ടുപോയി എന്ന് പറയാറുണ്ടല്ലോ. ഈ ആപ്പ് കാരണം ഞാൻ പെട്ടുപോയി എങ്ങനെ പറയാ, ഐ ഗോട്ട് സ്റ്റക്ക് വിത്ത് ദിസ് ആപ്പ്,
ഐ ഗോട്ട് സ്റ്റക്ക് വിത്ത് ദിസ് ആപ്പ്. ഈ ആപ്പ് കാരണം ഞാൻ പെട്ടുപോയി. ഓക്കെ, ഇനി നമ്മൾ പെട്ടുപോയി, കുടുങ്ങിപ്പോയി എന്ന് പറയുന്ന വേറൊരു സെന്റൻസ് ആണ് ഐ ആം ഇൻ ട്രബിൾ. ഐ ആം ഇൻ ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലൊരു പെട്ടുപോവുക, കുടുങ്ങിപ്പോവുക. ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം ഐ ആം ഇൻ ട്രബിൾ ഇതും നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കുഴപ്പത്തിലാണ്, ഐ ആം ഇൻ ട്രബിൾ ഇങ്ങനെ പറയാം. ഞാനിപ്പോ എന്തോ ഒരു കുഴപ്പത്തിലാണ്, ഞാൻ എന്തോ ഒരു പ്രശ്നത്തിലാണ്, ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഐ മീൻ ട്രബിൾ എന്ന് പറയാം. ഇല്ലെങ്കിലും ഒന്നിൽ പെട്ടുപോയി, കുടുങ്ങിപ്പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമുക്ക് ഐ എം സ്റ്റക്ക് യൂസ് ചെയ്യാം, ഐ മീൻ ട്രബിൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സെന്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, ഞാനൊരു പ്രശ്നത്തിൽ പെട്ടുപോയി അല്ലെങ്കിൽ ഞാനൊരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി എന്ന് പറയാറുണ്ടല്ലോ, എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഐ മീൻ ട്രബിൾ യൂസ് ചെയ്യാം, ഐ എം സ്റ്റക്ക് യൂസ് ചെയ്യാം. അത് ഏത് യൂസ് ചെയ്ത് പറഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ ഈ സെന്റൻസ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ ഞാനൊരു പ്രശ്നത്തിൽ പെട്ടുപോയി എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും ചാനൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ആയിട്ട് നിർബന്ധമായിട്ട് അറിയിക്കുക കേട്ടോ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.